അഡ്വക്കേറ്റ് അനിൽ നവീൻ ബാബുവിൻ്റെ ബന്ധു എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് അനിൽ, സംവാദത്തിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് അനിൽ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിൽ തൂങ്ങി മരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഇവിടെ നമ്മുടെ റിട്ടയേർഡ് SP ശ്രീ KM ആൻ്റണി ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ ആന്തരികാവയവങ്ങൾ അത് സൂക്ഷിച്ച് വെച്ചിട്ടില്ല, മാത്രമല്ല അത് രാസപരിശോധനയ്ക്ക് അയച്ചോ അതിനായി ശേഖരിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശങ്ങൾ കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ദുരൂഹത അവശേഷിക്കുകയാണ്, ദുരൂഹത തുടരുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് അഡ്വക്കേറ്റ് അനിൽ? തീർച്ചയായിട്ടും ഈ ശ്രീ നവീൻ ബാബുവിൻ്റെ മരണം തുടക്കം മുതലേ വളരെ ദുരൂഹത നിറഞ്ഞതായിരുന്നു. അതിനകത്ത് ശക്തമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു ഗുരുതരമായ ഗൂഢാലോചനയുടെ ഇരയാണ് ശ്രീ നവീൻ ബാബു. അത് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകത്തിന് ശേഷവും സംഭവിക്കുന്നുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വസ്തുത വളരെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ രേഖാമൂലം പരാതിയായി എഴുതി നൽകിയതാണ്. ആ ഒരു ഭാഗത്തേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അഭിപ്രായം പ്രാപിച്ച് ഇത് മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയേണ്ടി വരും. ശ്രീ നവീൻ ബാബു എന്ന വ്യക്തി ഒരിക്കലും ജീവിച്ചു കൊതിർന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം വളരെ വാത്സല്യനിധിയായ ഒരു പിതാവായൊരു ഭർത്താവാണ്, ഒരു കുടുംബനാഥനാണ്. അതിനൊക്കെ അപ്പുറം തൻ്റെ സർവീസിലെ ശിഷ്ടകാലം സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ തല ഉയർത്തി ഒരു നല്ല ഓഫീസറായി വിരമിച്ച് അതോടൊപ്പം തൻ്റെ വീട്ടുകാരൻ, തൻ്റെ ഇളയ മകളുടെ വിദ്യാഭ്യാസമായാലും മൂത്ത മകളുടെ വിവാഹമായാലും എന്തിനേറെ പറയുന്നു, സ്വന്തം ഈ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി വരെ നോക്കി നടത്തണമെന്ന് ആഗ്രഹിച്ച വളരെ സാധുവായ ഒരു മനുഷ്യൻ. 32 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത റെപ്യൂട്ടേഷനായിരുന്നു. അതോടൊപ്പം ആ റെപ്യൂട്ടേഷനാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ഗൂഢാലോചന ഫലമായി വന്ന ഈ കേസിൽ ഇരയാക്കപ്പെട്ട വ്യക്തി എന്നത്തേക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അതിനോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ വ്യക്തമായ ഒരു മരണഭീഷണി ഈ കേസിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെ ആ പ്രസംഗത്തിനുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ച വാക്ക് സിവിൽ ഡെത്ത് എന്നാണ്. സിവിൽ ഡെത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം. സിവിൽ ഡെത്ത് രണ്ട് തരത്തിലുണ്ടാകാം. ഒരു ഫിസിക്കൽ ഡെത്തിന് ശേഷം അദ്ദേഹം ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ഇല്ലാതാവുമ്പോൾ സിവിൽ ഡെത്ത് സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏറെ നാൾ 7 വർഷക്കാലോളം അറിയപ്പെടാതെ പോകുമ്പോൾ കോടതി അയാൾക്ക് സിവിൽ ഡെത്ത് സംഭവിച്ചതായി പ്രഖ്യാപിക്കും. എന്തായാലും ഡെത്ത് അല്ലെങ്കിൽ മരണം താങ്കൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന ശക്തമായ ഭീഷണിയാണ് ഈ പ്രസംഗത്തിൽ നൽകിയത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് PP ദിവ്യ സ്വന്തം ആവശ്യത്തിലേക്ക് വേണ്ടി എത്തി പറഞ്ഞതല്ല. പ്രശാന്ത് എന്ന വ്യക്തിയെ സഹായിക്കാൻ, നിയമം വിട്ട് സഹായിക്കാൻ ശ്രീ നവീൻ ബാബു തയ്യാറായില്ല. ഈ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ട സമയത്ത് NOC നൽകിയില്ല എന്നുള്ളതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ആ കണ്ണൂരെ രാഷ്ട്രീയം എന്നെക്കാട്ടിൽ വളരെ വ്യക്തമായിട്ട് അങ്ങേക്കറിയാം. അവിടെ ഒരുപാട് മരണങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകളായിട്ടുള്ള സ്ഥലമാണ്. കളരിപ്പയറ്റിൻ്റെ ആയോധന കലയുടെയൊക്കെ വലിയ കേന്ദ്രമാണ്. ഇവിടെ ഈ നവീൻ ബാബു എന്നൊരു വ്യക്തി മരണപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ ഭീഷണിയുടെ വശം കൊണ്ട് മാത്രമല്ല, അത് അന്വേഷണത്തിൽ ഒരു ദുരൂഹതയുണ്ട്. ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്, അതിലെ ഈ പ്രസംഗിച്ച വ്യക്തി ഒരു മൈക്ക് മാത്രമാണ്. അതെ, തീർച്ചയായും അവരൊരു ഉച്ചഭാഷിണി മാത്രമാണ്. അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് ഈ പ്രസംഗത്തിന് മുമ്പ്, പ്രസംഗത്തിന് ശേഷം, എന്തിനേറെ ഇപ്പോഴും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന കുറേയേറെ വ്യക്തികളുണ്ട്. അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും കൂടി ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തിയാൽ മാത്രമേ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തികൾ നിയമപരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ പ്രാപ്തരാവുകയുള്ളൂ. അല്ല എങ്കിൽ
ഒരു പ്രസംഗം കേട്ടു, അതിൻ്റെ പേരിൽ ശ്രീ നവീൻ ബാബു അങ്ങ് ആത്മഹത്യ ചെയ്തു, അതിനകത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ മനക്കെട്ടിയുടെ കുറവ് കൊണ്ടാണ് എന്നൊരു വ്യാഖ്യാനത്തോടു കൂടി നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ പ്രതിയാക്കപ്പെട്ട വ്യക്തിയും ഊരിപ്പോരുമെന്നറിയാവുന്ന വ്യക്തമായ നിയമബോധമുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണവും അതിൻ്റെ മറ്റു കാര്യങ്ങളും മുന്നോട്ട് നടന്നു പോകുന്നത്. തുടക്കം തൊട്ടേ പറഞ്ഞതാണ്, വളരെ വ്യക്തമായി ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ 15-ാം തീയതി കൊടുത്ത പരാതിയിൽ തന്നെ പറഞ്ഞു, ഗൂഢാലോചന ഭാഗമാണ് പ്രശാന്തൻ്റെ പ്രവർത്തികൾ കൂടി ഈ കേസിൻ്റെ അന്വേഷണ പരിധിയിൽ, ആദ്യഘട്ടത്തിൽ അന്വേഷണ പരിധിയിൽ വരണം എന്ന് ഒരു പരാതി കൊടുത്തപ്പോൾ ആ പരാതി വാങ്ങി മേശക്കടിയിൽ വെച്ചിട്ട് സെലക്റ്റീവായി PP ദിവ്യയെ മാത്രം പ്രതിവർഗത്തിൽ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ കേസിലെ പ്രതിയാക്കപ്പെട്ട വ്യക്തികൾ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഗൂഢോദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷമുള്ള അന്വേഷണവും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ്. ഈ കേസിൽ നിയമപരമായി ചെയ്യേണ്ട ആദ്യ ബാധ്യത, ഒരു കോഗ്നിസിബിൾ ഒഫൻസിനെ പറ്റി ഒരു പരാതി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നിയമപരമായി FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യതയുള്ള പോലീസ് 15-ാം തീയതി കിട്ടിയ പരാതിയിൽ 17-ാം തീയതിയാണ് PP ദിവ്യയെ പ്രതിവർഗത്തിൽ ചേർത്തുകൊണ്ട് ഒരു FIR എടുക്കാൻ തയ്യാറായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു. എത്ര ദിവസമാണ് അറസ്റ്റ് മുന്നോട്ട് പോയത്? ബഹുമാനപ്പെട്ട കോടതിയുടെ ആൻറ്റിസിപ്പേറ്ററി നിഷേധിക്കപ്പെട്ട ശേഷം അവർ പറഞ്ഞ സമയത്ത് ഈ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അങ്ങനെ അന്വേഷണത്തിലെ പ്രതിവർഗത്തിൽ ചേർക്കുന്നത് അന്വേഷണത്തിലെയൊക്കെ ഒരു തികഞ്ഞ ദുരൂഹതയുള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പ്രതിവർഗത്തിൽ ചേർത്തിരിക്കുന്ന വ്യക്തി അത്ര നിസ്സാരക്കാരിയായി കാണാൻ പറ്റുന്ന ആളല്ല. അവരിപ്പോഴും വളരെ ഔദ്യോഗികമായ പല ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിക്കുന്ന വ്യക്തിയാണ്. ഒപ്പം ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ അങ്ങ് തലപ്പത്ത് സ്വാധീന ശേഷിയുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇത് കേരള പോലീസിൻ്റെ അന്വേഷണം ഒരുപക്ഷെ എത്തേണ്ട ദിശയിലേക്ക് എത്തില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ സമീപിച്ചത്. ഒരു കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അനിൽ, അന്ന് നവീൻ ബാബുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ താങ്കൾ കണ്ണൂരിലേക്ക് പോയിരുന്നോ? ഈ ഇൻക്വസ്റ്റ് അത് ഇപ്പം നേരത്തെ ശ്രീ KM ആന്റണി പറഞ്ഞത് ഈ രക്തബന്ധം ഉള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തണം, അങ്ങനെ പ്രത്യേക അതിൻ്റെ നടപടിക്രമങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഞങ്ങൾ എത്തിയതിന് ശേഷമേ ഇൻക്വസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നോ? മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അത് നിഷ്കരുണം തള്ളിക്കളഞ്ഞു? ഇതിന് പിന്നീട് എപ്പോഴെങ്കിലും കലക്ടറോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും മറുപടി കിട്ടിയിരുന്നോ? ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 10-15 ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നു. 11:45 1.5 മണിക്കൂർ കൊണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുന്നു. 11:45 മൃതദേഹം അത് കാണപ്പെട്ട സ്ഥലത്ത് നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റപ്പെടും. ഈ 11:45 വരെ എന്ന് പറയുന്ന നിമിഷം വരെ ഞങ്ങളെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ, ഞങ്ങൾ ആദ്യമായി ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നടക്കുന്ന പറഞ്ഞ അവസരത്തിൽ, ഇങ്ങനെ ഒരു നീക്കം പരിയാരത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന അവസരത്തിൽ വളരെ വ്യക്തമായി DCPയോട് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞത്, പ്ലീസ് അവിടെ വെച്ചത് നടത്തുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കളക്ടറോട് സംസാരിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കളക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ആദ്യത്തെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ ADCയിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറിൽ ആദ്യത്തെ ഞങ്ങൾ വിളിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് ADCയോട് അദ്ദേഹം വിളിച്ചിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പരിചയമില്ലാത്ത നമ്പർ കൊണ്ടായിരിക്കാം, ഞാൻ പറയാം എന്ന് പറഞ്ഞു. പിന്നീട് വിളിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ദയവ് ചെയ്ത് ഈ പോസ്റ്റ്മോർട്ടം കോഴിക്കോട്ടേക്ക് മാറ്റണം. 2 കാരണങ്ങളുണ്ട്. ഞങ്ങൾ ഒരു കാറിലാണ് സഞ്ചരിച്ച് അവിടെ വരുന്നത്. അതിന് സമയം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. ഞങ്ങൾക്ക് വേഗം അവിടെ എത്തിച്ചേരാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് കോഴിക്കോട്ടെ നിന്ന് എത്തുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ വ്യക്തമായി കളക്ടറോട് പറഞ്ഞതാണ്, ഈ പ്രസംഗം നടത്തിയ വ്യക്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ്, മരണത്തിന് മുമ്പ് മരണത്തിന് ശേഷം ആരോപണങ്ങൾ ഉന്നയിക്കാൻ വിജിലൻസിൽ വരെ പോയി എന്ന് കള്ളപ്പരാതി ഉണ്ടാക്കിയ പ്രശാന്തൻ, ഈ വ്യക്തികൾ 2 പേരും ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതിനപ്പുറം രാഷ്ട്രീയമായ അതിശക്തമായ സ്വാധീനം കണ്ണൂരിലും അവിടുത്തെ സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ ഉള്ള ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലത്തും ദയവായി ഇതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് കളക്ടർ പറഞ്ഞ മറുപടി,
ഇതെൻ്റെ പേഴ്സണൽ അഷുറൻസാണ്. ഒരു കാരണവശാലും മാൽ പ്രാക്ടീസ് നടക്കുകയില്ല. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ്മോർട്ടം റൂം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കിട്ടിയ ഉറപ്പാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ സംസാരം വളരെ ജെനുവിനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളോട് പറഞ്ഞ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ ഈ കാരണത്തിൽ ഞങ്ങൾ വളരെ എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പമുണ്ട് എന്നൊരു അഷുറൻസാണ് അദ്ദേഹം തന്നത്. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ കണ്ണൂരേക്ക് ചെന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോഴും ഞങ്ങൾ ആദ്യമായി ചെന്നത് കളക്ട്രേറ്റിലേക്കാണ്. എന്ത് സംഭവിച്ചു എന്ന് ഈ കളക്ടറുടെ അല്ലെ ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കളക്ടറേറ്റിലുള്ള ഞങ്ങൾ വിശ്വസിക്കുന്ന അവരിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. പിന്നീടാണ് ഈ പ്രതിക്ക് വേണ്ടി മൊഴിമാറ്റുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അപ്പോൾ ഗൂഢാലോചനയിൽ മറ്റു ചിലരും പങ്കാളിയായിരുന്നു, ഈ രണ്ടുപേര് മാത്രമല്ല എന്ന് വളരെ പ്രത്യക്ഷത്തിൽ വന്നിരിക്കുകയാണ്. അത് നോക്കൂ, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എന്താ? അവർ വരുമെന്നറിയാമായിരുന്നു, പക്ഷേ ഇങ്ങനെ പ്രസംഗിക്കുമെന്നറിയാനില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം സമ്മതിച്ചത് എന്താ? ഞാനുമായിട്ട് അന്നേ ദിവസം 14-ാം തീയതി 10 മണിക്ക് കണ്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, അപ്പോൾ അങ്ങനെ സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തന്നെയായാലും ഇങ്ങനൊരു വേദി ഒരുക്കി കൊടുത്തത് ഒരു നിസ്സാരമായിട്ട് വേണ്ടി ഒഴിവാക്കാമായിരുന്നല്ലോ. നവീൻ ബാബുവിന് എത്ര സ്നേഹം ഞങ്ങളോട് സംസാരിക്കും. ഇതുപോലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയേറെ കൃത്യനിഷ്ഠമായി ജോലി ചെയ്യുന്ന ഒരാളെ എനിക്ക് എന്ത് ജോലിയും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഇതുപോലെ പറ്റിയ ആളെ എൻ്റെ സർവീസ് ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങളുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. അതാണ് സംഭവിക്കുന്നത് അവിടെ. അപ്പോൾ അങ്ങനെ ആ അദ്ദേഹം തന്നെയാണ് പിന്നീട് ഒപ്പിടാത്ത ഒരു കത്ത് അയക്കുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തെപ്പറ്റി ഞങ്ങൾ തിരിച്ചറിയുന്നത്. അത്ര കോടിയിലൊന്നും ആയിരുന്നില്ല കളക്ടർക്ക് മരിച്ചുപോയ ശ്രീ നവീൻ ബാബുവിനുള്ള സമീപനം. ഫസ്റ്റ് ഡേയിൽ തന്നെ മെമ്മോ കൊടുത്തതാണ്. 1/2 മണിക്കൂർ വൈകിയതിന്, അദ്ദേഹം കാസർഗോഡ് നിന്ന് യാത്ര ചെയ്ത് ചാർജ് എടുക്കാൻ 1/2 മണിക്കൂർ താമസിച്ചതിന്. അത് ശ്രീ നവീൻ ബാബു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ബ്യൂറോക്രാറ്റാണ് ഇദ്ദേഹം. മുകളിലോട്ട് ഭരണതലത്തിൽ വളരെ ഫ്ലെക്സിബിളാണ്, താഴോട്ട് വളരെ കൃത്യത അല്ലെങ്കിൽ അച്ചടക്കം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, മനുഷ്യത്വത്തിനപ്പുറം. ഇത് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ ജീവനക്കാരിൽ സംസാരിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് കടന്ന് വരാൻ കാര്യം, ഇതിനകത്ത് തുടക്കം തൊട്ട് തന്നെ നിയമലംഘനം നടന്നു. നിയമപരമായ ഒരു ബാധ്യതയാണ് പോലീസിന് ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിൽ പോലും പ്രതിയെ ചേർക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. എന്തുകൊണ്ടോ ഇതിൻ്റെ ഗൂഢാലോചന എന്ന ഭാഗം ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തരുത്. ഞാൻ പറയാതെ തന്നെ പൊതുസമൂഹത്തിൽ അറിയുന്ന കാര്യങ്ങളാണ്. ഈ പ്രശാന്തൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പ്രാപ്തിയുള്ള വ്യക്തി അല്ല ഒരു പെട്രോൾ ബങ്കുകൾ തുടങ്ങാൻ. അത് വ്യക്തമായി ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തിക്കറിയാം. കാരണം അവരുടെ ഭർത്താവും ഇവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ മറ്റാരുടെ മൗത്ത് പീസാണ് ഈ കേസിലെ പ്രസംഗം നടത്തിയ വ്യക്തി. അത് ഈ ശ്രീ നവീൻ ബാബുവിൻ്റെ ഈ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായ അഭിമാനം, റെപ്യൂട്ടേഷൻ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് കരുതിക്കൂട്ടി ഈ കേരളം ഒട്ടാകെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണമാണ് എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആ സ്ത്രീ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഈ വസ്തുതകൾ ഞങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾ വൈകി എന്നുള്ളതൊരു സത്യമാണ്. ഇവിടെ വളരെ വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും, ഈ പോസ്റ്റ്മോർട്ടം ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ്. എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നതെന്ന് ബഹുമാന്യ DSPക്ക് അറിയാം, അഭിഭാഷകൻ ശ്രീ ഷാജഹാൻ സാറിനറിയാം. എന്താണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്? ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കാനാണ്. ഇവിടെയും ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കുക എന്നൊരു പർപ്പസിലേക്കാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് എത്തിയിരിക്കുന്നത്. അത് ഞാൻ ആധികാരികമായി ഉത്തരവാദിത്തത്തോടെ പറയുന്നതാണ്. കാരണം പ്രീ റിക്വസിസ്റ്റ് ഒന്നും ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിൽ സ്വീകരിക്കേണ്ട, നിർബന്ധമായി പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം നടന്നിട്ടുള്ളത്. അതിന് വ്യക്തമായ കാരണം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ആത്മഹത്യ എന്ന ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയതാണ്. പരിഗണിക്കേണ്ട വളരെ റിലവൻ്റായ പല ഘടകങ്ങളും ഇതിൽ പരിഗണിച്ചിട്ടില്ല എന്ന് ആധികാരികമായ രീതിയിൽ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റും, ഈ സ്റ്റേജിലും പറയാൻ പറ്റും.